ജോർജ് പൊടിപ്പാറ, ഇപ്പം ഈ ദിവ്യ എസ്ഐയുടെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് ഷൈല ടീച്ചർ അടക്കമുള്ള ആളുകൾ അതിൽ വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിൽ പക്ഷേ ശക്തമായ ഭാഷയിൽ CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ മറ്റു പലരും, ഇപ്പൊ KK രാഗേഷ് അടക്കമുള്ള, മാത്രമല്ല അതിനുശേഷം പാർട്ടി പത്രം തന്നെ അത്തരം വാർത്തകൾ കൊടുത്തു, പാർട്ടി സെക്രട്ടറി അതിൽ അഭിപ്രായം പറഞ്ഞു. ഇങ്ങനെ പല നേതാക്കളും അതിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോഴത്തെ അന്ന് വന്ന വാർത്തകളും കത്തൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും നോട്ടീസ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും നോട്ടീസ് അങ്ങനെ പുറത്തുവിടാൻ പാടില്ല എന്നാണ് വ്യാഖ്യാനമെങ്കിലും അങ്ങനെ എന്തെങ്കിലും നടപടി, കരാർ ലംഘനം അദാനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പോലും കഴിഞ്ഞ കാലങ്ങളിൽ ഇവരാരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ 15 കോടിയുടെ പിഴ അടയ്ക്കാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് നോട്ടീസ് കൊടുത്ത പിഴ അടച്ചിട്ടുണ്ടോ എന്നാരും പറയുന്നില്ല. GST-യുമായി ബന്ധപ്പെട്ട് 1075 കോടി രൂപ അധികം കൈപ്പറ്റിയത് തിരിച്ചടച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ 15 കോടിയുടെ പിഴ അടയ്ക്കാൻ നോട്ടീസ് കൊടുത്തു. എന്നിട്ട് ഈ 15 കോടിയുടെ പിഴ അടച്ചോ? ഇല്ല. അപ്പൊ കൊടുത്ത നോട്ടീസ് വെറുതെ അങ്ങ് കൊടുത്തതാണോ, അതോ ഇത് അടയ്ക്കുന്നില്ലെങ്കിൽ അടപ്പിക്കാനുള്ള പരിപാടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ? തുടർന്നത് എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ഈ കാര്യങ്ങളിൽ ഒന്നുമില്ല. ദിവ്യ എസ് അയ്യർ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പുറത്തേക്ക് വന്നിട്ടില്ല. ഈ 15 കോടി പിഴ അടയ്ക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്തോ ഇല്ലയോ എന്ന് പോലും പറയുന്നില്ല. ഇതൊക്കെ ആരുടെ കാലത്താണ് നടന്നത്? ഇതൊന്നും ഇപ്പൊ ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് ഈ 40 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 50 ദിവസത്തിനുള്ളിലോ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ അതിന് മുമ്പേ നടന്നതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കരാറിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന്റെ പെശകല്ല. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിന് പൂർണ്ണമായിട്ടും അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു കരാറായ അല്ല അദാനിയുമായിട്ട് ഒപ്പുവെച്ചത് എന്നൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷെ അവിടെയും ഉണ്ട് ഒരു പ്രശ്നം. ആ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ അദാനി ഒഴിച്ച് മറ്റൊരു കമ്പനി ഇല്ല. ഈ തുറമുഖം വിഴിഞ്ഞം പോലെ വളരെ വളരെ പ്രാധാന്യമുള്ള, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്രയും കപ്പൽ ചാലുമായിട്ട് വളരെ അടുത്തുള്ള, ഇത്രയും ആഴമുള്ള ഒരു മദർഷിപ്പുകൾക്ക് പോലും അടുക്കാവുന്ന ഒരു തുറമുഖം കേരളത്തിന് ഭാവിയിൽ വലിയ പ്രയോജനം ചെയ്യും. അന്താരാഷ്ട്ര ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന തുറമുഖമാണ് എന്ന് എല്ലാവരും പറഞ്ഞൊരു സാഹചര്യത്തിൽ ഇത് നിർമ്മിക്കാൻ നേരത്തെ വന്നപ്പോൾ ഒരു ചൈനീസ് കമ്പനി വന്നു. അതിനെ സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. പിന്നെ ഒരൊറ്റ കമ്പനിയുള്ളൂ, അദാനി കമ്പനി. അവിടെ സ്വാഭാവികമായിട്ടും അദാനിക്ക് കൂടുതൽ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ പറയല്ലോ ഇലാസ്റ്റിസിറ്റി. അവിടെ ഇലാസ്റ്റിസിറ്റി അദാനി കമ്പനിക്ക് അനുകൂലമാണ്. അവരാണ് ടേംസ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഇവിടെ ആവശ്യക്കാരൻ കേരള സർക്കാരാണ്. അത് എങ്ങനെയെങ്കിലും നടത്തിയേ അല്ലെങ്കിൽ തുടങ്ങിയേ വെക്കൂ എന്നുള്ളൊരു നിലപാടിൽ കേരള സർക്കാർ വഴങ്ങിക്കൊടുക്കുമ്പോൾ അദാനി ഡിമാൻഡ്സ് വെക്കുന്നു, കണ്ടീഷൻസ് വെക്കുന്നു. ആ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യാതെ ഈ തുറമുഖ നിർമ്മാണം നടക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലാസ്റ്റിസിറ്റി അദാനിക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ അദാനിക്ക് അനുകൂലമായ ഒരുപാട് വ്യവസ്ഥകൾ അതിനകത്തുണ്ട്. അത് UDF സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒപ്പുവയ്ക്കപ്പെട്ട ഒരു കരാറാണ്. എങ്കിൽ പോലും അതിനകത്ത് അദാനിക്ക് എല്ലാ കാലത്തും എത്രയൊക്കെ ആയാലും നിർമ്മിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കേരള സർക്കാരിന് കൈമാറുക എന്നതിനപ്പുറത്ത് ആ തുറമുഖം സ്വന്തമാക്കാനുള്ള ഒരു സാഹചര്യവും ആ കരാർ പ്രകാരം ഇല്ല. അതൊരു വസ്തുതയാണ്. അത് കേരള സർക്കാരിന്റെ തുറമുഖം തന്നെയാണ്. അത് അദാനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ആ കരാറിലെ വ്യവസ്ഥകൾ മോശമാണെങ്കിൽ അത് സംബന്ധിച്ച ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചല്ലോ. ആ കമ്മീഷൻ റിപ്പോർട്ട് എവിടെ പോയി? അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകും? നേരെ മറിച്ച് UDF സർക്കാരിനേക്കാൾ ആവേശത്തോടെ വിഴിഞ്ഞം പദ്ധതി UDF സർക്കാർ ഒരു കരാർ ഒപ്പിട്ടതിനപ്പുറത്ത് ഒന്നും ചെയ്തില്ല. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതും വൈതരണികളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ച് കല്ല് കിട്ടാത്ത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരങ്ങൾ, അതിനെയൊക്കെ ഏത് രീതിയിലാണ് ഈ സർക്കാർ, ഇടതുമുന്നണി സർക്കാർ നേരിട്ടതെന്നൊക്കെ നമുക്കറിയാം. ഒരിക്കലും സംഭവിക്കാത്ത പോലെ ലോങ് മാർച്ച് BJP-യുമായി ചേർന്ന് ലോങ് മാർച്ച് പോലും ഇടതുമുന്നണി സംഘടിപ്പിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു കരാറിനപ്പുറത്തേക്ക് ഒരു ക്രെഡിറ്റും UDF-നോ ഉമ്മൻചാണ്ടിക്കോ കൊടുക്കാതെ അത് മുഴുവൻ യാഥാർത്ഥ്യമാക്കിയത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് UDF-നേക്കാൾ ഇതിന്റെ പിതൃത്വം അവകാശപ്പെടാനുള്ള ആവേശവും മറ്റ് രീതിയിലുള്ള ആ ഒരു ഇതല്ലേ നമ്മൾ കണ്ടത്. അതാണ് ഇന്നിപ്പോ EP ജയരാജനടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അതിന്റെ മുഴുവൻ ക്രെഡിറ്റും UDF-ലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ ഗൗരവബുദ്ധിയോടെ പാർട്ടി സമീപിക്കണം, പാർട്ടി പരിഗണിക്കണം എന്ന കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ജിൻഡോ ഡിബേറ്റ് വിത്ത് മാധു സജി.